കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഉണർവ് പകർന്ന് 2007 നവംബർ 16-നാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തറക്കല്ലിട്ടത്. അഭ്യസ്തവിദ്യരായ നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുമെന്നും വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ തറക്കല്ലിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോഴും പദ്ധതി തുടങ്ങിയെടുത്തു തന്നെ. 5000-ഓളം അഭ്യസ്തവിദ്യർക്ക് നേരിട്ട് തൊഴിൽ, അനുബന്ധ വ്യവസായങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമുള്ള അവസരം, ടൂറിസം, ഹോട്ടൽ തുടങ്ങിയ വ്യവസായ മേഖലകളിൽ ഉണർവ്. സ്മാർട്ട് സിറ്റി മുന്നോട്ടുവച്ച വികസന സ്വപ്നങ്ങൾ ഏറെ വലുതായിരുന്നു. ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ് LDF സർക്കാർ അധികാരമേറ്റ ശേഷം 2007-ൽ പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. അതിന് തലേന്ന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് ആവശ്യമായ 246 ഏക്കർ സ്ഥലത്തിന്റെ പാട്ടത്തുക ടീകോം സർക്കാരിന് കൈമാറി. 99 വർഷത്തേക്കായിരുന്നു പാട്ടക്കരാർ. ആദ്യഘട്ടത്തിൽ 234 ഏക്കർ സ്ഥലത്തിനായിരുന്നു പാട്ടക്കരാർ ഒപ്പുവച്ചത്. എന്നാൽ ഈ സ്ഥലത്തു നിന്നുള്ള കുടിയൊഴിപ്പിക്കൽ നീണ്ടുപോയപ്പോൾ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മുടങ്ങി. സ്വാഭാവികമായി പാട്ടക്കരാർ റദ്ദാവുകയും ചെയ്തു. പുതിയ പാട്ടക്കരാർ ഒപ്പുവയ്ക്കേണ്ട സ്ഥിതി വന്നപ്പോഴാണ് സ്വതന്ത്രാവകാശ ഭൂമി സംബന്ധിച്ച തർക്കം ഉടലെടുത്തത്. കരട് കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള 12% സ്ഥലത്തിന്റെ സ്വതന്ത്രാവകാശം സംബന്ധിച്ച് പാട്ടക്കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് ടീകോം ആവശ്യമുന്നയിച്ചു. ഇതു സംബന്ധിച്ച തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഏതായാലും തറക്കല്ലിടലിന് ശേഷം 5 തവണയാണ് സ്മാർട്ട് സിറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം ചേർന്നത്. കൊച്ചിയിൽ പുതിയ ഓഫീസ് തുടങ്ങി പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ മുന്നോട്ടു പോയിരുന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് അവസാന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിൽ വ്യക്തമാക്കിയത്. പദ്ധതിയിൽ ഉൾപ്പെട്ട 136 ഏക്കർ സ്ഥലത്തിന് പ്രത്യേക സാമ്പത്തിക മേഖലാ അനുമതി ലഭിച്ചെങ്കിലും ഇതേവരെ വിജ്ഞാപനം ചെയ്യപ്പെട്ടിട്ടില്ല. ടീകോമിനെ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചതിനാലാണ് സ്മാർട്ട് സിറ്റി വൈകുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയെ തുടർന്നാണ് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ടീകോം തീരുമാനിച്ചത്. നിലവിലെ തർക്കങ്ങൾ പരിഹരിച്ച ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിനെത്തിയാൽ മതിയെന്നാണ് ടീകോമിന്റെ നിലപാട്. മനോരമ ന്യൂസ്, കൊച്ചി. സ്മാർട്ട് സിറ്റി വിഷയത്തിൽ ടീകോം മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അനർഹമാണെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി. കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ സർക്കാരിന് വന്നിട്ടുള്ള കഴിവുകേട് മറച്ചുവെക്കാനാണ് ടീകോമിനെ പഴിചാരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. IT രംഗത്ത് നമുക്ക് ഇന്ന് നേടിയ നേട്ടങ്ങൾ പോരാ, വലിയ കുതിച്ചുചാട്ടം വേണം. അതിനുവേണ്ടിയാണ് സ്മാർട്ട് സിറ്റി UDF ഗവൺമെന്റ് വിഭാവന ചെയ്തതും MOU സൈൻ ചെയ്തതും. ഈ ഗവൺമെന്റ് അത് ഇന്ന് ഇല്ലാതെയാക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണമൊന്നും പറയേണ്ടതില്ല, സ്വന്തം കഴിവുകേട് തന്നെ.